ഹാപ്പി ഓണം. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ പൂക്കളോ ഇട്ട് അമ്പലത്തിലും പോയി വേഗം വീട്ടിൽ വന്നിട്ടോ. കാരണം സദ്യ മുഖ്യമ്പിക്കില്ലേ. ഇന്നത്തെ സദ്യയിൽ ഇഞ്ചിത്തൈരും അവിയലും പപ്പടവും ബാക്കി ഹെൽപ്പിങ് ഞാനോട്ട് ഏറ്റെടുത്തേ. അമ്മ ആദ്യമേ പറഞ്ഞു കിച്ചൺ എങ്ങാനും വൃത്തികേടാക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല ചീത്ത കേൾക്കുമെന്ന്. അതുകൊണ്ട് ഫുൾ കിച്ചൺ ക്ലീൻ ആക്കിയിട്ടേ പോകുള്ളൂ എന്നുള്ള വാക്ക് കൊടുത്തിട്ടോ കയറിയിരിക്കും. നമ്മൾ ആദ്യം തന്നെ അവിയലുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. അതിനിടയ്ക്കോട്ട് ഇഞ്ചിത്തൈരും സെറ്റാക്കി. ഞാൻ ആദ്യമായിട്ടാണ് അവിയൽ ഉണ്ടാക്കുന്നത്. പക്ഷെ പ്രതീക്ഷകൾ അടിപൊളിയായിരുന്നു കേട്ടോ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക്. അതിനിടയിൽ ഇതേപോലെ പല പൊട്ടലും ചീറ്റിലും ഉണ്ടായെങ്കിലും അതൊന്നും വകവയ്ക്കാതെ നമ്മൾ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ടേക്ക് തന്നെ നടക്കും. പിന്നെ വാവയ്ക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചടപടിയെന്ന് കാര്യങ്ങൾ തീർത്തു കേട്ടോ. അങ്ങനെ പപ്പടം കൊണ്ട് വറുത്തപ്പോഴത്തേക്കും എൻ്റെ ഡ്യൂട്ടി ഹോ ഗയ. പക്ഷേ കുക്കിംഗ് ഡ്യൂട്ടി മാത്രമല്ലല്ലോ, നമുക്ക് ക്ലീനിങ് ഡ്യൂട്ടി ഉണ്ടല്ലോ. തിരിച്ചു വന്നപ്പോഴത്തേക്കും കിച്ചൻ്റെ അവസ്ഥ ഇതായിരുന്നു. നോർമൽ ക്ലോത്ത് കൊണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഒരുമാതിരി സ്മെല്ലും കാണും, പിന്നെ സ്റ്റെയിൻ ആയ വലിയ ബുദ്ധിമുട്ടുമാണ്. സോ നമുക്കൊരു ബെറ്റർ ഓപ്ഷൻ നോക്കിയാലോ. ഇതാണ് ബേക്കോടെ റിയൂസബിൾ കിച്ചൺ ടവൽ. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ബാംബൂ ട്രീസ് വെച്ചിട്ടാണ്. ഇതിലെ ഓരോ ഷീറ്റും 100 ടൈംസ് റിയൂസബിൾ ആണ്. 100 തവണ വരെ ഇതിന്റെ സോഫ്റ്റ്നെസ് പോവാതെ വേറെ ഓർഡേഴ്സ് ഒന്നും ഡെവലപ്പ് ചെയ്യാതെ നമുക്കിത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നത്. ഇത് ടിഷ്യൂസിനെക്കാട്ടിലും 5 ടൈംസ് മോർ അബ്സോർബന്റ് ആണ്. വാട്ടർ, ഓയിൽ, സോസ് തുടങ്ങിയ എന്തായാലും ഒറ്റ സ്വൈപ്പിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് മൾട്ടി സർഫസ് യൂസബിൾ ആണ് കേട്ടോ. ഇറ്റ്സ് പെർഫെക്റ്റ് ഫോർ കിച്ചൺ, കൗണ്ടേഴ്സ്, ഡിഷസ്, ഗ്ലാസ്, അപ്ലയൻസസ്, അങ്ങനെ എന്തിലും ഇത് യൂസ് ചെയ്യും. ഇതിന്റെ വളരെ സോഫ്റ്റ് യെറ്റ് സ്ട്രോങ് ആയിട്ടുള്ള ടെക്സ്ചർ ആണ്. അതുകൊണ്ട് കീറി പോകുന്നുള്ള പേടിയേ വേണ്ട. ഇത് സാധാരണ ലോണ്ടറിയുടെ കൂടെ മെഷീൻ വാഷബിൾ ആണ്. അല്ലെങ്കിൽ വെറുതെ ഹാൻഡ് റിൻസ് ചെയ്താലും മതി, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഒട്ടും സോഗയായിട്ട് നിൽക്കില്ല കേട്ടോ. പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആമസോൺ, സെപ്റ്റോ, ബ്ലിങ്കിറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ എളുപ്പത്തിൽ വലിയൊരു പണി കഴിഞ്ഞ് കിട്ടി. സോ ഇനി സദ്യ ടൈം. ഇത്തവണ ഗണപതിക്ക് വിളമ്പിയത് മിട്ടുവാവേ കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയ അവിയലും ഇഞ്ചി തൈര് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്തവണത്തെ ഓണ സദ്യ കളറായി.